WPL 2025 ഫെബ്രുവരി 14 തുടങ്ങാൻ പോവുകയാണ്. 2023 ആദ്യത്തെ 5 ടീമുകൾ അണിനിരക്കുന്ന WPL ആദ്യത്തെ സീസൺ. അന്ന് കിരീടമേന്തിയത് ഹർമൻപ്രീത് കൗർ നേതൃത്വം നൽകിയ മുംബൈ ഇന്ത്യൻസ് ആണ്. 2024 മെൻസ് ടീമിന് ഇതുവരെ നേടാൻ പറ്റാത്ത ടൈറ്റിൽ വുമൻസ് RCBക്ക് നേടിക്കൊടുത്തു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്മൃതി മന്ദാന. ഈ 2 സീസണിലും ലീഗ് സ്റ്റേജിന്റെ അവസാനം ടേബിൾ ടോപ്പേഴ്സായി വരുന്നത് മെഗ്ലാനിങ്ങിന്റെ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ 2 സീസണിലും അവർ റണ്ണേഴ്സ് അപ്പ് ആയി ഫിനിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. ഗുജറാത്ത് ടൈറ്റൻസിനും UP വാരിയേഴ്സിനും ആവട്ടെ അത്ര വലിയൊരു ഇമ്പാക്ട് ഇതുവരെ ഈ 2 സീസണിലായിട്ട് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. അപ്പൊ ഈ സീസണിൽ എന്ത് നടക്കും, 2025 എന്ത് നടക്കും, ആര് കിരീടം എടുക്കുമെന്ന് നോക്കി തന്നെ കാണണം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ ദ ടീംസ് ആർ ലുക്കിംഗ് ലൈക്ക് വിത്ത് പാഡിഫീൽഡ് ക്രിക്കറ്റ്. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോ ചാമ്പ്യൻസിനെ വെച്ച് തുടങ്ങാം. അങ്ങനെയാണ് RCBന്റെ അവസ്ഥ എന്താ? കഴിഞ്ഞ കൊല്ലം അവരുടെ ഫ്രാഞ്ചൈസിന് വളരെ ഹാപ്പിയസ്റ്റ് ഇയർ ആയിരുന്നു. കാരണം അവർ ഫസ്റ്റ് ട്രോഫി അവർ നേടിയെടുത്തു. ആ ഒരു മൊമെന്റത്തിലൂടെയാണ് അവർ ഈ കൊല്ലവും ഇറങ്ങാൻ പോകുന്നത്. ബട്ട് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് തിരിച്ചടികൾ പറയുന്നുണ്ട്. കുറെ ഇഞ്ചറി നിറഞ്ഞൊരു ടീമാണ് ഇപ്പൊ അവര്. ലൈക്ക് സോഫി മോൾനോസ്, സോഫി ഡിവൈൻ, പിന്നെ കേറ്റ് ക്രോസ് മെയിൻ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആണ്. പ്ലസ് എലീസ് പെരി, ശ്രേങ്ക പാട്ടിൽ, ആശാ ശോഭന എന്നവര് റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അവര് മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കും ഫസ്റ്റ് മാച്ച് തൊട്ട്. പക്ഷെ ഇത്രയും ഒരു 6 പ്ലേയേഴ്സ്, അതിൽ 3 പ്ലേയേഴ്സ് ഇല്ല, 3 പ്ലേയേഴ്സ് ഇഞ്ചറി ആണ്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങൾ മാറ്റി വെച്ചാൽ പഴയ സെയിം ഒരു ബാലൻസ്ഡ് ടീം തന്നെയാണ് അവര്. ആ ഒരു മൊമെന്റത്തിൽ തന്നെ ഒരു കളത്തിൽ ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റിൽ ബട്ട് ഇഞ്ചറി കാരണം ഒരു ടോപ്പ് ലൈനെ ഫിനിഷ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ ഹോപ്പിംഗ് ഫോർ എ ഗുഡ് ടൂർണമെന്റ്. RCBയുടെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാന ആവട്ടെ 2024 ബെസ്റ്റ് ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ODI ബെസ്റ്റ് വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിരുന്നു. അപ്പം ആ ഒരു കോൺഫിഡൻസും കൂടെ RCB ഒരു മുതൽക്കൂട്ടാവട്ടെ. ഇതൊന്ന് ഈയിടയ്ക്ക് 4 to 5 അടുപ്പിച്ച് 6 സെഞ്ചുറീസും കൂടെ നേടി ഭയങ്കര ഫോമിലാണ് ഇരിക്കുന്നത് ക്യാപ്റ്റൻ. സോ ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അപ്പൊ അടുത്തത് ദ ഇനോഗ്രൽ സീസണിന്റെ ചാമ്പ്യൻസ് ഹർമൻപ്രീത് കൗർ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് എന്താണ് അവസ്ഥ? മെൻസ് ടൂർണമെന്റ് പോലെ തന്നെ വുമൻസ് ടൂർണമെന്റിലും മുംബൈ ഇന്ത്യൻസ് ഭയങ്കര ബാലൻസ്ഡ് ടീമാണ് എപ്പോഴും. ഇപ്രാവശ്യം അത് നോക്കിയാൽ എന്താ പറയാ, ഒരു സ്റ്റാർഡം നിറഞ്ഞ പ്ലേയേഴ്സും നല്ല പെർഫോം ചെയ്യുന്ന ടോപ്പ് പ്ലേയേഴ്സ് ആണ് ടോപ്പ് 5 ഇൻ അഡീഷൻ ടു ദാറ്റ് ഈ മിനി ഓപ്ഷനിൽ അവർക്ക് കുറച്ച് യങ്സ്റ്റേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അഡീഷൻ ആണ് 16-year-old കമലിനി. നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. സോ പ്ലസ് അവരുടെ ബോളിംഗ് ആയിട്ട് നമുക്കറിയാം ഇഷാക്ക് നല്ലൊരു പെർഫോമൻസ് കാരണം നാഷണൽ കോൾ കിട്ടിയിരുന്നു. പിന്നെ നമുക്കറിയാം ഇസ്മയിൽ നല്ലൊരു തണ്ടർ ബോളർ. അങ്ങനെ നല്ലൊരു ബാലൻസ് ടീമാണ്. പക്ഷെ ഈ ടോപ്പ് 5 കോൺട്രിബ്യൂഷൻ മാത്രമായിരുന്നു അവരുടെ ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ സീസണിൽ. ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷൻ വേണ്ടിയിരിക്കുന്നു എന്താ പറയാ വീണ്ടും ഒരു കപ്പ് നേടാൻ. പക്ഷെ ഈ ടോപ്പ് 5 പറ്റി പറയുമ്പോൾ തന്നെ ടോപ്പ് 5 ഗംഭീരാണ്. ഇപ്പൊ ഓപ്പണിംഗ് ആകട്ടെ യഷ്തിക ഭാട്ടിയ ഫോമിലാണ്, ഹെയ്ലി മാത്യൂസ്, പിന്നെ ഹർമൻപ്രീത് കൗർ, അമീലിയ കർ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് 2024 വുമൻസ് T20 വേൾഡ് കപ്പ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആണ്, ആൻഡ് നാറ്റ്സ് വെബ്രണ്ട്. അപ്പൊ ഈ 5 പേര് തന്നെ വൻ ശക്തരാണ്. ഈ ടോപ്പ് 5 ഭയങ്കര ഇതായിട്ടും ബാക്കിയുള്ള ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ ഈ കൊളാപ്സ് ഒക്കെ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷൻ വേണ്ടിയിരിക്കുന്നു. എന്നാലേ ഉള്ളൂ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ടൂർണമെന്റ് അവർ എന്താ പറയാ ഒരു കപ്പടിക്കാനുള്ള ഒരു ഇതെത്തുള്ളൂ. ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കും എന്ന് വിചാരിക്കുന്നു ഈ സീസണിൽ അവർ. അപ്പൊ അടുത്ത ടീം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷവും ഓസ്ട്രേലിയൻ താരം ബെത്ത് മൂണി നയിച്ച ഗുജറാത്ത് ജയന്റ്സിന്റെ ഈ വർഷത്തെ അവസ്ഥ എന്താണ്? ഇപ്രാവശ്യത്തെ അവരുടെ മെയിൻ ചേഞ്ച് വെച്ചാൽ ക്യാപ്റ്റൻസി ചേഞ്ചാണ്. ബെത്ത് മൂണി ആഷ്ലി ഗാർട്ടറിലോട്ട് പോകുന്നു. അത് കാരണം എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നോക്കാം. കാരണം ബോട്ടം ഓഫ് ദ ടേബിളിൽ 2 സീസണുമായി. പക്ഷെ നല്ല മിക്സ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം മെയിൻ ഒരു പ്ലെയർ എന്ന് വെച്ചാൽ ഡിയാൻഡ്രോ ഡോട്ടിൻ. ആ ഫസ്റ്റ് സീസണിലുള്ള കോൺട്രവേഴ്സി ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് ഇഞ്ചറി എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഒഴിവാക്കി, അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായി. പക്ഷെ ഇപ്രാവശ്യം ഫസ്റ്റ് ഓപ്ഷനിൽ എടുത്തതിനേക്കാളും 3 ഇരട്ടി അറൌണ്ട് 1.5 crore എടുത്തു. നല്ല ഡോട്ടിൻ ഭയങ്കര ഹാപ്പിയാണ് പെർഫോം ചെയ്യാൻ. നല്ലൊരു വെസ്റ്റ് ഇൻഡീസിലെ നല്ലൊരു പ്ലെയർ ആണ്. അത് ഇവർക്കൊരു നല്ലൊരു ബൂസ്റ്റ് ആവട്ടെ. അപ്പം they will try to be
എന്താ പറയാ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് അപ്പ് നമ്മുടെ സ്വന്തം വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ദീപ്തി ശർമ്മ നയിക്കുന്ന UP വാരിയേഴ്സ്. കഴിഞ്ഞ സീസണിൽ എന്താ പറയാ ഒരു മിക്സ് പെർഫോമൻസ് ആയിരുന്നു UP വാരിയേഴ്സ്. ചില ക്ലോസ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, 1 റൺ ലോസ്. എനിക്ക് തോന്നുന്നു 1-2 കളിയിൽ അവർ അങ്ങനെ ക്ലോസ് ലോസസ് ജയങ്ങളുണ്ടായി. ഒരു നല്ലൊരു ടീമാണ്, ബാലൻസ്ഡ് ടീമാണ്. സ്റ്റിൽ ദേ ആർ യെറ്റ് ടു ഗെറ്റ് ഓവർ ദ ലൈൻ ടു റീച്ച് ദി ഫൈനൽസ് ആൻഡ് വിൻ ദ ട്രോഫി. ഇപ്രാവശ്യം ചെയ്യുന്നത് വെച്ചാൽ ഹെലി ഇല്ല, ഇഞ്ചേർഡ് ആയി. സോ ഷീസ് ഔട്ട് ഓഫ് ദ ടൂർണമെന്റ്. സോ ദീപ്തി വിൽ ലീഡ് ഫോർ ദ എൻറ്റയർ ടൂർണമെന്റ്. ലാസ്റ്റ് 1 or 2 മാച്ചസ് ലീഡ് ചെയ്തെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്രാവശ്യം ഫുൾ ടൂർണമെന്റ് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, 2 വർഷവും കൺസിസ്റ്റന്റ് പെർഫോമൻസിലൂടെ ടേബിൾ ടോപ്പേഴ്സ് ആയ മെഗ് ലാനിങ്ങിന്റെ ഡൽഹി ക്യാപിറ്റൽസ്. ഐ തിങ്ക് മേജർ കോർ ഓഫ് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റിലെ ഇന്ത്യൻ നാഷണൽ ടീമിലെ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ്, മേജർ കോർ ഉള്ളത് എനിക്ക് തോന്നുന്നു ഡൽഹി ക്യാപിറ്റൽസ് ആണെന്ന് തോന്നുന്നു. അപ്പം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ വർഷത്തെ അവസ്ഥ എന്താ? റണ്ണറപ്പ് ഒന്ന് ചാമ്പ്യൻസ് ആകാൻ പറ്റും? അവരുടെ ടീമിന് യാതൊരു പ്രശ്നമില്ല, അതാണ് മെയിൻ കാര്യം. ഭയങ്കര ബാലൻസ്ഡ് ടീമാണ്, നല്ലൊരു ക്യാപ്റ്റനാണ്. ഈവൻ ദോ ദേ സ്റ്റാർട്ടഡ് ലാസ്റ്റ് ടൂർണമെന്റ് ബൈ ലൂസിംഗ് ടു മുംബൈ ഇന്ത്യൻസ്. അത് ലാസ്റ്റ് ബോൾ. പിന്നെ ഒരു ഇതില്ല, ഭയങ്കര വിക്ടറിയിലൂടെ പോയത് നമ്മുടെ പ്രോഡിജി പണ്ട് പറഞ്ഞിട്ടുണ്ട് ജെയ്മി, പിന്നെ നമ്മുടെ ഷഫാലി വർമ്മ ഇപ്പം ഔട്ട് ഓഫ് നാഷണൽ ടീമാണ്, ബട്ട് ഡൊമസ്റ്റിക്കലി ഭയങ്കര ഫോമിലാണ്. അപ്പൊ ആ ഒരു ഫോം ഈ ടൂർണമെന്റിലും കൊണ്ടുവന്ന് തിരിച്ച് ടീമിലോട്ട് കയറട്ടെ. ODI വേൾഡ് കപ്പ് ഇസ് അറൌണ്ട് ദ കോർണർ. സോ അവർ ഇന്ത്യൻ പ്ലേയേഴ്സ് പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേയേഴ്സിന് പൂളുകളുണ്ട്, അവരെ ഭയങ്കരമായിട്ട് നോക്കും സെലക്ടേഴ്സ്. ദേ ആർ ഗോയിങ് ടു ബി ഇൻ ദി അവർ വേൾഡ് കപ്പ് സ്ക്വാഡ്. സോ I hope they win the title this time, because unlike it twice, മൂന്നാമത് ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. Third time is the charm. സോ നടന്ന 2 സീസണിൽ നമ്മൾ കണ്ട ടോപ്പ് പ്ലേയേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സ്. ഫസ്റ്റ് സോഫി എക്കിൾസ്റ്റൺ, UP വാരിയേഴ്സിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ്, അറൌണ്ട് 27 വിക്കറ്റ്സ് ഐ ഗസ്. എന്നിട്ടും അവിടെ എത്താൻ പറ്റിയില്ല, ഒരു ഫൈനലിലൊന്നും എത്താൻ പറ്റില്ല. ബട്ട് ഷി ഹാസ് ബീൻ നമ്പർ 1 ബോളർ, ഇന്റർനാഷണൽ ബോളർ ഫോർ എ വെരി ലോങ് ടൈം. ഷി ഈസ് ഗോയിങ് ടു പെർഫോം വെൽ ദിസ് സീസൺ ഓൾസോ. നെക്സ്റ്റ് അപ്പ് ഇഷാഖ്, വളരെ നല്ല പെർഫോമൻസ് വെച്ച് നാഷണൽ ടീം കോൾ കിട്ടിയ പ്ലെയറാണ്. അറൌണ്ട് 23 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. Then the great all-rounder, West Indies all-rounder Hayley Matthews, she is also got around 23 wickets. She is in the number 3 position. And coming to batting performances throughout these 2 seasons, leading run scorer ആയി നിൽക്കുന്നത് ഇപ്പോഴും ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ മെഗ് ലാനിങ് ആണ്, more than 650 odd runs. And second, no prizes for guessing, Elise Perry. She can do literally everything. അപ്പോൾ എലീസ് പെറി ആണ് സെക്കൻഡ് ഇൻ ദ ലിസ്റ്റ്. ആൻഡ് തേർഡ് ഈസ് ദി യങ് ഷഫാലി വർമ്മ, അറൌണ്ട് 500 odd runs. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു എന്താ പറയാ ഗ്രോത്ത് പറയുമ്പോൾ ഫസ്റ്റ് സീസണിൽ വെറും മുംബൈയിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു ടൂർണമെന്റ് ആയിരുന്നു. സെക്കൻഡ് സീസണിൽ ഡൽഹി, ബാംഗ്ലൂർ 2 സ്ഥലത്ത് വന്നു. ഇപ്രാവശ്യം അത് 4 വെന്യൂസിലായിട്ട് മാറി, ലൈക്ക് അഡീഷണൽ വഡോദര ആൻഡ് ലക്നൗ. സോ ഇതിന്റെ സ്കെയിൽ എത്രമാത്രം വളർന്നു, എത്രമാത്രം വ്യൂവേഴ്സ് ഇത് കണ്ടു തുടങ്ങി, എത്രമാത്രം സപ്പോർട്ട് ചെയ്ത് തുടങ്ങി നമുക്ക് മനസ്സിലാവും. അത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വുമൻസ് പ്രീമിയർ ലീഗിന് കിട്ടുന്ന സപ്പോർട്ട് ഓരോ സീസൺ വെച്ച് നോക്കുമ്പോഴും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്. പക്ഷെ ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് ഓക്കെ, ബട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് തരുന്ന ഒരു ഘടകം ദ ക്വാളിറ്റി ഓഫ് ഫീൽഡിംഗ് ആണ്. യെസ്, ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്, ബട്ട് നോട്ട് സോ മച്ച് എന്ന് ഞാൻ പറയും. വെന്യൂ എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ സീസണിലെ 2 ഗെയിം ബാംഗ്ലൂർ നേരിട്ട് പോയി കണ്ടായിരുന്നു. അപ്പോൾ വെൻ യു സീ ഇന്റർനാഷണൽ ലെവൽ ഇന്റർനാഷണൽ പ്ലേയേഴ്സ്, ഫോറിൻ പ്ലേയേഴ്സിന്റെ ഫീൽഡിംഗ് കാണുമ്പോൾ ഇന്ത്യൻ യങ് പ്ലേയേഴ്സിന് അത്രയും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി സംതിങ് വിച്ച് ദ ലോക്കൽ പ്ലേയേഴ്സ്, ദ ഇന്ത്യൻ പ്ലേയേഴ്സ് ഷുഡ് വർക്ക് ഓൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മിസ്ക്യൂ വന്നാൽ, ഒരു മിസ് ടൈംഡ് ഷോട്ട് വന്നാൽ, സാധാരണ രീതിയിൽ ഔട്ട് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മിസ്ക്യൂ ആണെങ്കിൽ വുമൻസ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദർ ഇസ് എ ഹൈ ചാൻസ് ആ ക്യാച്ച് ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്
ആ ഒരു ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് ആക്ച്വലി കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിസ് ടൈം ആയാലും ഓക്കെ ആണ്, എന്താണ് ദർ ഇസ് എ ഹ്യൂജ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഡ്രോപ്ഡ് എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് അവിടെ ഡിക്ലൈൻ ആവുകയാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഫീൽഡിംഗ് ഷുഡ് ഡെഫിനറ്റ്ലി ബി ഇംപ്രൂവ്ഡ്, മോസ്റ്റ്ലി ഫ്രം ദ ലോക്കൽ പ്ലെയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഗെയിം അഗൈൻ February 14th, റോയൽ ചാലഞ്ച് ഓഫ് ബാംഗ്ലൂർ ഫേസിംഗ് ഗുജറാത്ത് ജയൻസ്. Tune in, support WPL. Let's see you in the next video. Thank you. Thank you.